5 വർഷത്തിനിടയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ നിഷ്ഠൂരമില്ലാതാക്കി 2 പെൺമക്കളെ അനാഥമാക്കിയ നരാധമൻ ചെന്താമരയ്ക്ക് കുറ്റബോധത്തിന്റെ ചെറുലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല. വിശപ്പകറ്റാൻ കാടിറങ്ങിയപ്പോൾ പിടിയിലായ ചെന്താമരയെ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. നാണമില്ലാതെ കൂസലില്ലാതെ തന്നെ 100 വർഷം ജയിലിലടക്കണമെന്ന് പ്രതി കോടതിയോട് ആവശ്യപ്പെട്ടു. സ്വയം കടുവയെന്ന് കരുതുന്ന, കൊല്ലുമ്പോൾ ആനന്ദം കണ്ടെത്തുന്ന കൊടും ക്രിമിനൽ കൂടിയാണ് അയാൾ. അഴിച്ചുവിട്ടിരുന്നെങ്കിൽ ഹിറ്റ് ലിസ്റ്റിൽ കൂടുതൽ പേരുടെ ജീവനെടുത്ത് ആനന്ദമാടിയന കൊടും കുറ്റവാളി. കുറ്റകൃത്യം നടത്തിയതിന്റെ സംതൃപ്തിയാണ് പ്രതിക്കെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു. ഒന്നര ദിവസം പോലീസിനെയും നാട്ടുകാരെയും വട്ടം കറക്കി നെമ്മാറ എന്ന നാടിനെ പരിഭ്രാന്തിയിലാഴ്ത്തി. ചെന്താമര എന്ന കൊടും കുറ്റവാളിയുടെ ചെയ്തികളറിഞ്ഞ കേരളമാകെ പല്ലിറുമി. കാടും നാടും വിട്ട് തിരച്ചിൽ ശക്തമായപ്പോഴും വനത്തിനുള്ളിലാണ് ഇയാൾ ഒളിച്ചിരുന്നത്. ഒടുവിൽ ഈ നരാധമൻ, ലക്ഷ്മിയുടെയും സുധാകരന്റെയും ജീവനെടുത്ത കൊടും കുറ്റവാളി ഇന്നലെ രാത്രി പോലീസിന്റെ വലയിൽ. വിശപ്പ് സഹിക്കാനാകാതെ ഇന്നലെ രാത്രിയോടെ തറവാട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തി ചെന്താമര. പക്ഷേ ചെന്താമരയുടെ വരവും കാത്ത പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. പ്രതി പോലീസിന്റെ പിടിയിൽ. നാടകീയമായി നെന്മാറ സ്റ്റേഷനിലേക്ക് ചെന്താമരയെ എത്തിച്ചു. പക്ഷേ വിവരമറിഞ്ഞ വലിയ ജനക്കൂട്ടം സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തി. പോലീസുകാർ ഇടപെട്ട് ഇവരെ ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധത്തിന് അയവ് വന്നില്ല. ലാത്തി ചാർജ് പല കുറിയുണ്ടായി. പിന്നെ പെപ്പർ സ്പ്രേ ഉൾപ്പെടെ പ്രയോഗിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിലും ലോക്കപ്പിനുള്ളിലും ഭാവഭേദ വ്യത്യാസമില്ലാതെ പ്രതി. ചെയ്തു കൂട്ടിയതെല്ലാം ലെവലേശം കുറ്റബോധമില്ലാതെ ചെന്താമര പോലീസിനോട് വിവരിച്ചു. രണ്ടു പെൺകുട്ടികളെ അനാഥരാക്കിയ പ്രതി. അഖിലയുടെയും അതുല്യയുടെയും മാതാവിനെയും പിതാവിനെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്തിയ ചെന്താമര പിടിയിലായിട്ടും പെൺകുട്ടികളുടെ ഭീതി അകന്നിട്ടില്ല. എല്ലാം പോയില്ലേ, ഞങ്ങൾക്ക് ആരുമില്ല, ഒന്ന് കൊല്ലും അയാളെ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക. ഇനിയും അയാളെ സംരക്ഷിച്ച് വെക്കണ്ട, കൊന്നാ മതി. കൊല്ലും 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 തന്നെയാണ് പറയണത്. പിന്നെയും അയാളെ എന്തിനാ ഇതിപ്പോൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അയാളെ നല്ലപോലെ സംരക്ഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നണില്ല ഇനി അയാൾക്ക് തൂക്കുകയർ കിട്ടുന്നൊന്നും എനിക്ക് തോന്നണില്ല. പിന്നെയും അയാളെ ഇറക്കി പിന്നെയും 4 കൊല്ലം കഴിയുമ്പോൾ പിന്നെയും അയാൾ ആരെങ്കിലും ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കും. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സുധാകരനും കുടുംബവുമാണെന്ന സംശയമാണ് 3 പേരുടെ ജീവനെടുക്കുന്നതിലേക്ക് പ്രതിയെ പ്രേരിപ്പിച്ചത്. ചെന്താമരയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇനിയുമുണ്ടായിരുന്നു 3 പേർ. സജിതയുടെ കൊലപാതകം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ, സ്വന്തം ഭാര്യയും മകളും. നീ അയാളെ വരും, നീ ഇവർ ജാമ്യത്തിലെടുക്കും, നീയും വരും, നീ വന്നാൽ പറയും നിങ്ങൾ കോർട്ടിക്ക് പോയിക്കോളി, സുരക്ഷിത തരാൻ പറ്റില്ല, അയാൾക്ക് ഞങ്ങൾ കാലാകാല ജീവിതപര്യന്തം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇവർ പറഞ്ഞാൽ തന്നെയാണ് ആ ചേച്ചി മരിച്ചപ്പോഴും. 5 വർഷത്തിൽ 6 വർഷത്തിൽ ഇനിയും 2-3 വർഷം കഴിയുമ്പോൾ അവനെങ്കിലും പണം കൊണ്ട് കൂട്ടുമ്പോൾ ഇവർ ഇറക്കും. അവർ ഗുണ്ട സംഘങ്ങൾക്ക് ഇറക്കുകയാണെന്ന് പറയുന്നു, ചിലവർ പറയുന്നു പാർട്ടി ഇടപെട്ടിട്ടാണെന്നൊക്കെ. എങ്ങനെ അയാൾ ഇറങ്ങി ഇപ്പോൾ 2 എണ്ണത്തിന് കൊന്നോ അതുപോലെ ഇയാൾ ഇറങ്ങും. ചെന്താമര തന്ത്രശാലിയായിരുന്നുവെന്ന് പോലീസ്. പോലീസിന്റെയും നാട്ടുകാരുടെയും തിരച്ചിലിനിടെയുള്ള നീക്കങ്ങൾ കാട്ടിൽ പതിയിരുന്ന് നിരീക്ഷിച്ചു. പോലീസിനെ കബളിപ്പിക്കാൻ ആത്മഹത്യ ചെയ്യുന്നുവെന്ന പ്രതീതിയുണ്ടാക്കി. He consider himself ഒരു strong tiger പോലെയാണ്. He is feeling that he is a tiger. നല്ല എക്സ്പേർട്ടാണ്. ഇയാൾക്ക് ആ സ്ഥലം ഒരു വനപ്രദേശം കൃത്യമായിട്ട് അറിയാം. സോ ഹി നോസ് ഹൗ ടു ഹൈഡ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോഴും പിന്നീട് ജയിലിലെത്തിക്കുമ്പോഴും വലിയ ജനക്കൂട്ടം ആക്രോശവുമായി ഇരമ്പിയെത്തി. കോടതിക്കുള്ളിലും പുറത്തും ചെന്താമരയ്ക്ക് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല.
പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. കുറ്റം സമ്മതിച്ച പ്രതി ഇനി കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ലെന്നും തന്നെ 100 വർഷം ശിക്ഷിക്കണമെന്നും കോടതിയിൽ പറഞ്ഞു. പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് പ്രതി. ജനരോഷമടങ്ങിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനുമാണ് പോലീസിന്റെ നീക്കം. കൊലപാതകം തന്നെ പുനരാവിഷ്കരിക്കും. പ്രതി പുറത്തിറങ്ങിയാൽ ഒരു നാടിനു തന്നെ ഭീഷണിയെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ എഴുതി വച്ചതൊന്നും മറക്കരുത്. ആരുടെയും കണ്ണുനീരിനു മുന്നിൽ നാളെ നമ്മുടെ നിയമപാലകർ പ്രതിക്കൂട്ടിലാകാതിരിക്കട്ടെ. ടീം 24 നെന്മാറ.